ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പല നിറത്തിലും കാണാൻ കഴിയുന്ന ഒരു ക്രൂസിഫർ ഇനത്തിൽപ്പെട്ട നല്ല ഭംഗിയുള്ള ഒരു പച്ചക്കറിയാണ് കോളിഫ്ലവർ. ആള് പച്ചക്കറിയാണെങ്കിലും നോൺ വെജിനേക്കാളും വെല്ലുന്ന തരത്തിൽ ഇതുകൊണ്ട് പല വിഭവങ്ങളും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രുചിയേക്കാൾ പ്രധാനം ഗുണമാണ്. വൈറ്റമിൻസിൻ്റെ കലവറ കൂടിയായ ഈ കോളിഫ്ലവർ ഹൃദയാരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ്. കൂടാതെ കലോറി കുറവായതിനാൽ തടി കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണിത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. കോളിഫ്ലവർ കൊണ്ടുള്ള മസാലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള കോളിഫ്ലവറൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മുറിച്ചു കൊടുക്കുക. കോളിഫ്ലവറൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ പുറത്ത് മാത്രം കഴുകിയെടുത്താൽ പോരാ, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇതിനുള്ളിൽ ഒരുപാട് പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം വേണം ഇതിന് തയ്യാറാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച കോളിഫ്ലവർ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിലെ വിഷാംശമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതെടുക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇത് കഴുകിയെടുക്കണം. ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതെല്ലാം പ്രഷർ കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ മുങ്ങുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് അടച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നുണ്ട്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു സവാളയും ഒരു തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ ഒരു പച്ചമുളകും. കൂടെ വേണ്ടത് അരപ്പിനാവശ്യമായ ചിരകിയ തേങ്ങയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും. ഞാനിവിടെ തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ നിറയി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടാണുള്ളത്. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാനിതിലെ എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോട് കൂടി തന്നെ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മസാലപ്പൊടിയുടെ പച്ചച്ചേക്കൊന്ന് മാറി വരട്ടെ. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നെടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വേണ്ടത് വേവിച്ചെടുത്ത കോളിഫ്ലവറുമാണ്. ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പുവും പട്ടയും പൊടിച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കോളിഫ്ലവർ അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടിയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വറുത്തരച്ച കോളിഫ്ലവർ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ വറുത്തരച്ചത് കൊണ്ട് തന്നെ ചിക്കൻ കറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോൺ വെജൊക്കെ കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കോളിഫ്ലവർ കറിയാണിത്. ദോശ, ചപ്പാത്തി, ഇഡലി, പുട്ട്, ചോറ്, നെയ്ച്ചോറ് തുടങ്ങിയ എന്തിൻ്റെ കൂടെയായാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ വറുത്തരച്ച കോളിഫ്ലവർ മസാലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.